ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി അദ്ദേഹം പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തെരച്ചിൽ അദ്ദേഹം കൂടി ചേർന്നിരിക്കുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ വയനാട്ടിലെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ജനങ്ങളെ കൂടി അതുപോലെ ഈ ദുരന്ത ബാധിതരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ചൂരൽമലയിൽ നിന്ന് സജോ ദേവസ്യ, അതുപോലെ ദീപക് തർമടം, അലക്സ് റാം മുഹമ്മദ്, ഷഹദ് റഹ്മാൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ദീപക് തർമടം ചേരുകയാണ്. ദീപക്, വിശദാംശങ്ങൾ. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരച്ചിൽ നിർത്തേണ്ടതില്ല, അതായത് ഇന്നത്തെ ജനകീയ തെരച്ചിലോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കും എന്നതായിരുന്നു പൊതുവിൽ കരുതിയിരുന്നത്. പക്ഷേ എന്നാൽ തെരച്ചിൽ നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ കാര്യം മന്ത്രി AK ശശീന്ദ്രനും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും 24-നോട് പങ്കുവച്ചു. ഇക്കാര്യം ആദ്യം 24 ആണ് വാർത്ത പുറത്തുവിടുന്നതും. കാരണം ഇന്നത്തെ ജനകീയ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം നാളെ സാധാരണഗതിയിൽ നടക്കുന്ന തെരച്ചിൽ തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഏറ്റവും ഉരുൾപൊട്ടൽ ഉണ്ടായ ആദ്യ സ്ഥലം മുതൽ ചാലിയാർ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം വരെയുള്ള നദീതടങ്ങളിലും ചാലിയാറിലും തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN 24 ഈ രംഗത്ത് നടത്തുന്ന ഇടപെടലിനെ സർക്കാർ പ്രകീർത്തിക്കുന്നു, സർക്കാർ സ്വാഗതം ചെയ്യുന്നു. 24-ൻ്റെ ആപ്പ് ലോഞ്ച് ചെയ്തുകൊണ്ട് ദുരിതാശ്വാസത്തിനായുള്ള ക്രൗഡ് ഫണ്ടിങ്ങിനെ സർക്കാർ സ്വാഗതം ചെയ്യുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊരു മികച്ച ഇടപെടലാണ് എന്നാണ് നമ്മളോട് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റുഡിയോയിലാണ് SKN എങ്കിലും മനസ്സ് ഇവിടെയാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതുപോലെ നമുക്കിപ്പം ചേർന്ന് ഇനി അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അലക്സ് റാം, വിശദാംശങ്ങൾ. SKN മുണ്ടക്കൈ മേഖലയിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട് അദ്ദേഹം കൂടി. ഈ മേഖലയിൽ നഷ്ടപ്പെട്ട ബന്ധുക്കളെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ആ വീട്ടിലെ ഒരു കുരുന്നിനെ അദ്ദേഹം ചേർത്ത് നിർത്തി ഈ കെട്ടിപ്പിടിക്കുന്ന മിനിസ്റ്റർ അങ്ങനെ അവനെ ആശ്വസിപ്പിക്കുന്നതാണ് കണ്ടത്. എല്ലാം നഷ്ടപ്പെട്ടവർ വിങ്ങി പൊട്ടുന്നതും കരയുന്നതും ഒക്കെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവരുടെ സൂചന പ്രകാരം അവരുടെ വീടിരുന്ന് ഇവിടെ ഒന്നുമില്ല, SKN ഒന്നും അവശേഷിക്കുന്നില്ല, ചെളിയും മണ്ണും ഒക്കെ മാത്രമേ ഉള്ളൂ. ആ ഭൂമിയിൽ അവർ പറഞ്ഞതിനനുസരിച്ച് തിരച്ചിൽ നടത്തുന്നതിനായാണ് ദൗത്യസംഘം ഇവിടേക്ക് എത്തിയത്. ഈ വിവിധ സേനാ പ്രവർത്തകരും അതുപോലെ വോളണ്ടിയേഴ്സും ഒക്കെ എത്തിയത്. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം തിരിച്ചു വരാം. വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഇവരോട് ഞാൻ എന്തുത്തരാ പറയുക? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസവും ഇവരുടെ ബന്ധുക്കൾ ഇങ്ങനെ ഒത്തിരി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇപ്പം നിങ്ങൾ പറയാതെ ഞാൻ അനുഭവിച്ചല്ലോ. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയേ ആയുസുള്ളൂ എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കാ പറയാൻ കഴിയും? അപ്പോൾ അവർ നമ്മുടെ വീട്ടുകാരാണ്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്, സഹോദരിയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ എല്ലാ വാക്കും എല്ലാ പ്രവർത്തനവും അവർക്ക് ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പുവരുത്തി നൽകണം. നമുക്കെല്ലാം കൂടി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ആ പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കേണ്ടത്. SKN അതിവൈകാരികമായാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. അദ്ദേഹം മുമ്പത്തെ ഇങ്ങനെ നമ്മളൊരു കാഴ്ച കണ്ടിട്ടില്ല. അദ്ദേഹം ഈ ദുരന്തഭൂമിയിൽ നിന്ന് പൊട്ടിക്കരയുന്നതാണ് കണ്ടത്, നമ്മുടെ ദൃശ്യങ്ങളിൽ കണ്ടത്. അതായത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുഞ്ഞ്
കുഞ്ഞിൻ്റെ ബന്ധുവും ഈ വീട്ടിലുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞത്. അവർ വന്ന് അവരുടെ സങ്കടം മന്ത്രിക്ക് മുന്നിൽ പറയുമ്പോഴാണ് മന്ത്രി അവരെ ചേർത്ത് പിടിച്ചതും ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതും അതിനുശേഷം മാധ്യമങ്ങളോട് ചെയ്യണം എന്നറിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ്. എസ്കേൻ വളരെ നൊമ്പരമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് അവൻ്റെ ചെറിയ ഹാൻഡ് ബാഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവൻ ആ വീടിൻ്റെ അവശേഷിക്കുന്ന ചെളിയുടെ ഇടയിൽ നിന്ന് ഹാൻഡ് ബാഗ് കണ്ടെത്തുന്നു. അതിനുള്ളിൽ നിന്ന് അവൻ്റെ ഹെഡ്സെറ്റും മറ്റുമൊക്കെ അവൻ തന്നെ എടുത്ത് നോക്കി വിറങ്ങലിപ്പോടെ അവൻ നോക്കി നിൽക്കുന്നതാണ്. അവനാണ് നേരത്തെ മന്ത്രിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. മിനിസ്റ്ററും അവനെ ചേർത്ത് പിടിച്ച് മന്ത്രിയും പൊട്ടിക്കരയുന്നൊരു സാഹചര്യമാണുള്ളത്. എന്ത് ചെയ്യാനാകും മനുഷ്യർക്ക് ഈ ദുരന്തത്തിൻ്റെ മുന്നിൽ എന്ന നിസ്സഹായ ചോദ്യമാണ് മന്ത്രി ചോദിക്കുന്നത്. മാത്രമല്ല അവരെ കരകയറ്റേണ്ടതുണ്ട്. ഈ മനുഷ്യരെ കൈപിടിച്ച് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അവരെ ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്ന പ്രതിജ്ഞയാണ് മലയാളികളെന്ന നിലയ്ക്ക് നാം എല്ലാവരും എടുക്കേണ്ടത് എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. ഇത് അങ്ങേയറ്റം ദുഃഖഭാരമുള്ള വേദന ഈ ദുരന്തഭൂമിയിൽ, പ്രത്യേകിച്ച് മുണ്ടക്കയുടെ ഈ ദുരന്തഭൂമിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എസ്കേൻ. അത് ഇന്ന് ജനകീയ തെരച്ചിലാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പുകളിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് എത്തി ഈ തിരച്ചിലിന് ഏതൊക്കെ ഇടങ്ങളിൽ തിരച്ചിൽ നടത്തണമെന്നൊരു സൂചനയൊക്കെ സന്നദ്ധ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. അത് വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് കൂടി സാക്ഷിയാണ്. തിരച്ചിലിൻ്റെ ഭാഗമാകാൻ ഇവിടേക്ക് എത്തിയതാണ്. അങ്ങനെയാണ് മന്ത്രിയും ഒരു ബാലൻ്റെയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെയും ആ വീടിൻ്റെ അവശിഷ്ടമുള്ള പ്രദേശത്തേക്ക് വരുന്നതും അത്തരത്തിൽ ആ വൈകാരിക രംഗത്തിന് സാക്ഷിയാകുന്നത്. വൈകാരികമായി തന്നെ അത് നമ്മുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പൊട്ടി കരയുന്നത് കണ്ടതാണ് സ്കേൻ. അത്തരത്തിൽ പലയിടങ്ങളിലും സമാനമായ കാഴ്ചകളുണ്ട് സ്കേൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മന്ത്രി നമ്മളോട് നേരത്തെ ജനകീയ കൂട്ടായ്മയ്ക്കും മറ്റുള്ള സന്നദ്ധ സേനയ്ക്കും ഒപ്പം തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം പൊട്ടിപ്പോയത്. നിങ്ങൾക്കറിയുന്നത് പോലെ ചില പ്രേക്ഷകരൊക്കെ മോനിഷ പറയുകയാണ്, ഹാഷ്മിക്കൊപ്പം ഞാനും കരഞ്ഞുപോയി ഇന്നലെ, ഹൃദയത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്, മനുഷ്യനായിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. ഇതിനിടെ റീന സതീശൻ പറയുന്നു ഏതോ ഒരു 3K ഉള്ള ഒരു ബ്ലോഗർ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. റീന, ഇങ്ങനെയുള്ള ബ്ലോഗർമാരെയൊക്കെ അവഗണിച്ചു കളയണം. അതിനകത്തൊരു തട്ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 കൈ 1 കൈ ഒക്കെ കിടന്ന ഈ ബ്ലോഗർമാരിൽ പലരും ഈ അത്യാവശ്യം പേരും പെരുമയൊക്കെ ഉള്ള സ്ഥാപനങ്ങളെയോ ആളുകളെയോ ഒക്കെ ചീത്ത വിളിച്ച് അവരുടെ കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ ആ തന്ത്രത്തിൽ വീണുപോയാൽ ഇവരുടെ കെ ഉയരും, നമ്മൾ ചീത്തയാവും. നമ്മളത് അവഗണിച്ച് കളയും. മാത്രമല്ല ഈ മന്ത്രിയുടെയൊക്കെ കണ്ണീര് കണ്ടില്ലേ? കാരണം ഇതൊക്കെ കള്ളത്തരമാണെന്ന് നമുക്ക് പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഹാഷ്മി കരഞ്ഞത് അഭിനയമായിരുന്നു എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ എഴുതിയിരുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ വയനാടിനെ തകർത്തുകൊണ്ട് പോയ ആ 2 ഉരുൾപൊട്ടലില്ലേ, ആ ഉരുൾപൊട്ടൽ തകർത്ത് കളഞ്ഞത് എത്ര പേരുടെ ജീവിതമാണെന്നറിയാമോ? എത്ര പേരുടെ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇല്ലാതെ പോകുന്ന കുട്ടികൾ, വീട്ടിൽ സംരക്ഷിക്കാനുണ്ടായിരുന്ന ആൾ എന്നേക്കും ഇല്ലാതാകുക, ഒരു വീട്ടിൽ ഒരാൾ മാത്രം, ഒരു കുട്ടി മാത്രം അവശേഷിക്കുക. അങ്ങനെ എത്ര സാഹചര്യങ്ങൾ ഇപ്പോൾ വയനാട്ടിലുണ്ട്. അപ്പോൾ ഈ വയനാടിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിച്ച് സങ്കടപ്പെടുമ്പോൾ ഈ ബ്ലോഗർമാരും ഈ ചില ആളുകളും ഒക്കെ തന്നെ വേണ്ടാത്ത വാർത്തകളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. കാര്യം അവരോടൊക്കെ നമുക്ക് അവഗണിക്കുക. പിന്നെ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കാലം കഴിഞ്ഞു. കാരണം ഈ നിയമം വന്ന് നിങ്ങളെ പിടികൂടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും നമ്മളൊരു ആത്മനിയന്ത്രണം നടത്തിയില്ലെങ്കിൽ നിയമം വന്ന് നമ്മളെ പൂട്ടുമെന്ന്. പാർലമെൻറ്റിൽ ഒരു നിയമം വന്നിട്ടുണ്ട്, പുതിയ ബ്രോഡ്കാസ്റ്റ് ബിൽ. അത് വരുന്നതോടെ ഈ യൂട്യൂബ് ബ്ലോഗർമാർക്കും യൂട്യൂബ് ചാനലുകൾക്കും ലൈസൻസ് വരാൻ പോവുകയാണ്. ലൈസൻസ് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര വാർത്താവിതരണ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ട്രോയിയുടെ നിയന്ത്രണത്തിലാകും ഈ യൂട്യൂബ് ബ്ലോഗർമാർ. കേന്ദ്ര സർക്കാരിനോട് മറുപടി പറയണമെന്ന് മാത്രമല്ല, കോടതിയിൽ പോയാലും സാധുത ആളുകൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ യൂട്യൂബിലെ ചില ആളുകൾ ഇനിയെങ്കിലും നിയന്ത്രണം പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കാലം പിടിച്ച് മുറുക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ വയനാട്ടിലെ ഈ ദൃശ്യങ്ങൾ മനുഷ്യരായിട്ടുള്ള ആളുകളിൽ വലിയ സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില മേഖലകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ മേഖലകൾ കണ്ടുപിടിച്ച് അവിടേക്ക് സഹായം എത്തിക്കാനാണ് നമ്മളിന്നൊരു മൊബൈൽ ആപ്പ് എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ 24 കണക്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ദുരന്ത മേഖലകളിലൊക്കെ സന്ദർശിക്കുന്ന ഏതൊരാളും ചങ്കിടിപ്പോടെ മാത്രമേ അവിടെ പോകൂ. അലക്സ് റാം മുഹമ്മദ് വീണ്ടും ചേരുന്നു. പറയൂ അലക്സ്. എസ്കേൻ, ഇത് നമ്മൾ ഈ നിൽക്കുന്ന മണ്ണ് മനസ്സിലാക്കുന്നത് അയൂബ് എന്ന് പറയുന്ന ഇക്കയുടെ വീടാണ്. ഇസഹാക്കാണ് മന്ത്രിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. മോനെ, ഇത് ക്യാമ്പിലായിരുന്നു? ക്യാമ്പിലല്ലായിരുന്നു, പുറത്തൊക്കെ മുറിയായത് കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഒരു വീട് ശരിയാക്കി തന്ന്. അവിടെ ഇപ്പോൾ കാക്കയൊക്കെ അല്ല, കാക്കാൻ്റെ കാലിന് നെരിയാണിക്ക് മുറിയായ
മിംസിലുണ്ട്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി വന്നത് ഇന്നലെ. പരിക്ക് പറ്റിയിട്ടുണ്ടോ അവർ? അമ്മക്ക് സർജറി അതിനടക്കുക അവിടെ പൊട്ടിയിട്ട്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇവിടെ നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് അവിടെ പുഞ്ചിരിവട്ടത്താണ്. അപ്പോൾ ഓൽക്കൊന്നും അവിടെ നല്ല മഴ ഉണ്ട് പറഞ്ഞപ്പോൾ ഓലയും കൂടി നമ്മളെ വീട്ടിലേക്ക് ഇതാക്കി. ഓലെല്ലാവരും ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ അനിയത്തിയും മക്കളും പിന്നെ എൻ്റെ ഉമ്മയും ഇപ്പിയും 2 കാക്കന്മാരും കാക്കാൻ്റെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഇത് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. പെട്ടെന്ന് ഉണ്ടായത് കൊണ്ട് കാക്കയും പിന്നെ കാക്കനെ കിട്ടിയില്ല ഇതായിട്ടും. അവരവിടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്? അവരിതാ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഈ വീട്ടിൽ അവരൊന്നും കിട്ടിയിട്ടില്ല? പാപ്പാനെ കിട്ടിയില്ല. ഇന്നാണോ വന്നത് ഇവിടെ വീട്ടിലേക്ക്? ഇന്നാണോ വന്നത്? ആഹാ, ഇന്ന് വരിക. അത് എസ്കേറ്റ ദുഃഖമാണ് ഇസഹാക്ക് പറഞ്ഞത്. ഇസഹാക്ക് ആ ദുരന്ത ദിവസം രാത്രി ഇവിടെ നിന്ന് പുഞ്ചിരിമട്ടത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് അവർ പോയി എന്ന് പറയുന്നുണ്ട്. ഈ വീട്ടിൽ ഇസഹാക്കിൻ്റെ കാക്കയും അതുപോലെ വാപ്പയൊക്കെ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. പക്ഷേ അവരിനിയും കിട്ടിയില്ല എന്നാണ് ഇസഹാക്ക് ദുഃഖത്തോടെ പറയുന്നത്. ഇസഹാക്ക് ഇന്നാണ് ഈ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അത് തകർന്നു കഴിഞ്ഞ വീടാണ്, ഇവിടെയാണ് അവർ ഉണ്ടായിരുന്നത്. അതാണ് മന്ത്രിയോട് അവൻ പറഞ്ഞത്, വിതുമ്പിപ്പോയത്. അത് കേട്ടാണ് മന്ത്രി അവനെ ചേർത്ത് പിടിച്ചതും അവനെ കെട്ടിപ്പിടിച്ചതും നമ്മൾ കണ്ടതാണ്. AK ശശീന്ദ്രനും സമാനമായി തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഈ കാര്യങ്ങൾ കേട്ട് വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഈ ദുരന്തഭൂമിയിൽ അങ്ങേയറ്റം വൈകാരികമായ കാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അയ്യൂബ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ട്. എസ്കൻ ഈ ഭൂമി നോക്കുക. എസ്കൻ ഒരു വീടുണ്ടായിരുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല, ഒന്നും അവശേഷിച്ചിട്ടില്ല. മണ്ണും ചെളിയും മാത്രമേ ഉള്ളൂ. വസ്ത്രങ്ങളുടെയും ഒപ്പം വീട്ടിലെ ഉപകരണങ്ങളുടെയും ഒക്കെ ചില അവശേഷിപ്പുകൾ മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. അയ്യൂബ് അവരുടെ ബന്ധുവാണ്, ഇസഹാക്കിൻ്റെ ബന്ധുവാണ്. അയ്യൂബ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. അയ്യൂബ് ഒരു നൊമ്പര കാഴ്ചയാണ് ഇവിടുത്തെ. ഇവിടെ വന്ന് ഈ ഭൂമിയിൽ വന്ന് ഇവിടെ തിരച്ചിലിനുള്ള കാര്യങ്ങൾ ഇവിടെ ഈ സേനാംഗങ്ങളോടും വോളണ്ടിയേഴ്സിനോടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കാഴ്ച വിവിധ ഇടങ്ങളിലുണ്ട് സ്കേൻ. അത് ഉള്ളു പൊള്ളിക്കുന്ന കാഴ്ചയാണ്. മന്ത്രി തന്നെ പറഞ്ഞത് ഇവരോട് എന്ത് സമാധാനം പറയും, നമുക്ക് എന്ത് പറയാൻ സാധിക്കുമെന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. അതൊരു അങ്ങേയറ്റം ദുഃഖത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടക്കുന്ന ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാമ്പുകളുള്ളവർ അതുപോലെ വിവിധ ഇടങ്ങളിൽ മാറി താമസിച്ചവർ അവരുടെ ബന്ധുക്കളൊക്കെ ഇന്നിവിടെ എത്തും, ഈ ദുരന്ത ഭൂമിയിലെത്തും. അവർക്കൊരു പക്ഷേ ഈ കാഴ്ച കാണാൻ സാധിക്കില്ല, അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവരുടെ ആയുസിൻ്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് ആയുസിൻ്റെ മുഴുവൻ അധ്വാനവും കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ് അവരുടെ കൂര, അവരുടെ അധ്വാനം, അവരുടെ ജീവിതമെല്ലാം. അതാണ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്, തകർന്ന് ചെളിയിൽ അമർന്ന് കിടക്കുന്നത്. ആ ദുഃഖഭാരം അതവർക്ക് താങ്ങാനാകുന്നില്ല എന്നുള്ളതാണ് സ്കേൻ മനസ്സിലാകുന്നത്. അങ്ങേയറ്റം നമ്മളും ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം വൈകാരികമായി സംസാരിച്ച് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാൻ തന്നെ ഇനി ഒന്നും പറയാൻ എന്താ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇനി തിരിച്ചെന്തായാലും ഇനി ആരും എത്ര തന്നാലും അതുപോലെ ആവൂല. ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവിടുന്ന് അനിയനും കുടുംബം, അനിയൻ്റെ മോനാണ് ഈ നിൽക്കുന്നത്. പിന്നെ അനിയൻ്റെ ഒരു മോൻ നഷ്ടപ്പെട്ട്, പിന്നെ അനിയൻ്റെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ മോനും വാപ്പയൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ വാപ്പ അവിടെ നിന്നാണ് നഷ്ടപ്പെട്ട്. നടക്കട്ടെ. അത്തരത്തിൽ എസ്കേൻ അവരോടൊന്നും ചോദിക്കാനില്ല, നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇസഹാക്കിൻ്റെ പറഞ്ഞു വീട്ടിൽ ഇസഹാക്കിൻ്റെ സഹോദരനും വാപ്പയുമാണ് ഉണ്ടായിരുന്നത്, അവർ നഷ്ടപ്പെട്ടു. ഒപ്പം പറഞ്ഞ അയ്യൂബിക്കയുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു. തൊട്ടപ്പുറത്താണ് അവരുടെ വീടെന്ന് പറയുന്നത്. അത് മുഴുവൻ ഉരുളെടുത്ത് പോയിട്ടുണ്ട്. അതൊന്നും ആ മേഖലയിലൊന്നും അവശേഷിപ്പിക്കുന്നില്ല. ഭൂമി മുഴുവൻ രണ്ടായി പിളർന്ന് കിടക്കുകയാണ്. അവിടെ മുഴുവൻ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഉരുള്. അതുമാത്രമല്ല ഈ വീട്ടിലേക്കൊക്കെ എത്തിയ കൂറ്റൻ മരക്കഷ്ണങ്ങൾ കാണാൻ സ്കേൻ. അത് എങ്ങനെ ഇത്രയും വലിയ മരക്കഷ്ണങ്ങൾ ഇവിടേക്കൊക്കെ ഒഴുകിയെത്തി അടിച്ച് ഈ ഭൂമിയെ ഒക്കെ തകർത്ത് കളഞ്ഞ ഈ ദൃശ്യങ്ങൾ തന്നെയുണ്ട്. അത് ആ വീട്ടുപകരണങ്ങളുണ്ട്, വാഷിംഗ് മെഷീൻ അടക്കമുള്ള വീട്ടുപകരണങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. അതൊരു വലിയ തടിക്കഷ്ണങ്ങൾ, വലിയ മരക്കഷ്ണങ്ങൾ ഈ മേഖലയിൽ ഒന്നാകെ കൂടിക്കിടപ്പുണ്ട്. ഈ പ്രദേശത്ത് ഒന്നാകെ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. വലിയ തോതിൽ ചെളി അടിഞ്ഞ് കൂടിയിട്ടുണ്ട്. അത് ചെളി ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്, ഉയർന്നു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. എസ്കേൻ അത് ദുഃഖപ്പെടുത്തുന്ന കാഴ്ച അതാണ്. അതവൻ ഇസഹാക്ക് ഇങ്ങനെ ആ വീടിരുന്ന സ്ഥലത്ത്, ആ വീടിരുന്ന പ്രദേശത്ത് അവനിങ്ങനെ നോക്കുന്നുണ്ട്. അവൻ ആ ചെളിക്കുള്ളിലേക്കൊക്കെ നോക്കി അവൻ ആ ബന്ധുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് അവനോട് മറ്റു കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥ എന്താണെങ്കിലും ഇല്ല എന്നുള്ളതാണ്.